സാംസങ്ങിൻ്റെ സാംസങ് A27 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് A27 5G എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ സാംസങ് A27 5Gയിൽ 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ഇതിൽ സൂപ്പർ AMOLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ ഡിസൈനാണ് ഇതിൽ വരുന്നത്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. 120 Hz റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1400 nits ആണ്. പിന്നെ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസിൻ്റെ പ്രൊട്ടക്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നുണ്ട് എന്ന് പറയാം. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഇതിൽ കൊടുത്തിട്ടുള്ളൂ. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 200 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 7.8 mm ആണ്. IP64 റേറ്റിംഗ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം മുമ്പത്തെ വെർഷനിലൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള IP റേറ്റിംഗ് ഉണ്ടായിരുന്നു. എന്തായാലും അത് കുറച്ചൊന്ന് കുറയ്ക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ ബ്ലാക്ക്, ബ്ലൂ, ലൈറ്റ് ഗ്രീൻ, അതുപോലെ തന്നെ ലൈറ്റ് പിങ്ക് എന്നീ കളർ വേരിയൻസ് ഒക്കെയാണ് ഇപ്പം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പം സ്നാപ്ഡ്രാഗൺ 6 Gen 3 എന്ന പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ ഒരു ഫോണിൻ്റെ വില ഏകദേശം 33,100 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. അപ്പം ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ എങ്ങനെ ഉണ്ടെന്ന് വെച്ചാലും അത്ര മികച്ച പ്രോസസ്സർ എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഇതിലും ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സർ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പം അത്ര മികച്ചൊരു പ്രോസസ്സർ ഒന്നുമല്ല ഇതിൽ വരുന്നത് ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു ഫോണിൽ 8 GB റാം വരെയും 256 GB ഇൻറ്റേർണൽ വരെയും വരുന്നുണ്ട്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് ഇതിൽ വരുന്നത്. അതായത് മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം, പക്ഷേ മെമ്മറി കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു സിമ്മേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ NFC സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു ഫോണിൽ നോക്സ് വോൾട്ട് സെക്യൂരിറ്റി എന്നുള്ള സെക്യൂരിറ്റി ഫീച്ചറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇതിൽ വരുന്നുണ്ട്. ആൻഡ്രോയിഡ് 16 ബേസ് ആയിട്ടുള്ള 1 UI സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. 6 കൊല്ലത്തെ OS അപ്ഡേറ്റും 6 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. അപ്പം 50 MP f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. ഇതിൽ OSൻ്റെ സപ്പോർട്ട് ഉണ്ട്. പിന്നെ 5 MP f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ആണ് വരുന്നത്. ഒരു 8 MP ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. പിന്നെ 2 MP f2.4 അപ്പേഴ്സിൽ വരുന്ന ഒരു മാക്രോ ലെൻസ് കൂടി ഇതിൽ വരുന്നുണ്ട്. വലിയ യൂസൊന്നുമില്ല, എന്നാലും മൂന്നാമതൊരു സെൻസറും കൂടി വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 12 MP f2.2 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. അപ്പം അത്ര മികച്ചൊരു ക്യാമറ സെറ്റപ്പ് അല്ലെങ്കിലും അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ക്യാമറ സെറ്റപ്പ് ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാം. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ 5000 mAh ബാറ്ററി വരുന്നുണ്ട്. ആവറേജ് ആയിട്ടുള്ളൊരു ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയാം, അത്രയേ ഉള്ളൂ. 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരുന്നുണ്ട്. ആവറേജ് ആയിട്ടുള്ള ഒരു ചാർജിങ് സ്പീഡ് മാത്രമാണ് ഇത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ചാർജിങ് സ്പീഡ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. പിന്നെ Type-C ചാർജിങ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ബാറ്ററി സെറ്റപ്പ് ജസ്റ്റ് ആവറേജ് എന്നേ പറയാൻ പറ്റുള്ളൂ, അത്ര മികച്ചതല്ല. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പം ഗ്ലോബൽ മാർക്കറ്റിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് $349.99 എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 33,100 രൂപ പ്രൈസ് റേഞ്ചിൽ. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ ഇപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സും ആവറേജ് ആയിട്ടുള്ള ക്യാമറ സെറ്റപ്പും ആവറേജ് ആയിട്ടുള്ള ബാറ്ററി സെറ്റപ്പൊക്കെ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പ്രോസസ്സർ അത്ര മികച്ചത് എന്നും പറയാൻ പറ്റില്ല. പിന്നെ സീരീസിൽ വരുന്ന ഫോൺ ആയതുകൊണ്ട് തന്നെ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ആയിട്ട് വരുന്ന ഫീച്ചേഴ്സ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുന്നു വെച്ചാൽ മിക്കവാറും ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യും. വരും ദിവസങ്ങളിലായിട്ട് തന്നെ മിക്കവാറും ഈ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വില കുറച്ചും കൂടി കുറയാൻ ചാൻസ് ഉണ്ട്. ഒരു 25,000 രൂപയുടെയും അതുപോലെ തന്നെ 30,000 രൂപയുടെയൊക്കെ ഇടയിലായിട്ട് ഈ ഫോൺ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും സാംസങ്ങിൻ്റെ A27 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.